കർത്താവേ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ എനിക്ക് മഹത്വം കഴിക്കുന്നു. ഇന്നത്തെ രാത്രിക്ക് ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഹൃദയം സന്ധിയും സ്തോത്രാർപ്പണത്തോടെ നന്ദിയോടെ ആയിരിക്കാം. ഒരാളുടെ മുഴുവൻ ദൈവങ്ങളെ ശ്രേഷ്ഠമായിട്ട് നടത്തി മഹാകരുണ കൊണ്ടും ദൈവത്തിൻ്റെ കരുണയിലെ ആർദ്രത കൊണ്ടും നമ്മെ സൂക്ഷിച്ചു. നമുക്ക് പരിചയമുള്ള, നമുക്ക് ബന്ധമുള്ള, നമ്മൾ സ്നേഹിക്കുന്ന എത്ര ഭവനങ്ങളിൽ നിലവിളികൾ ഉയർന്ന ഒരു വർഷമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ മിനിയോട് ഇസിൻ്റെ ഉള്ളിൽ ഞങ്ങൾ രാവിലെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആ ദിവസങ്ങൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് ചില ദിവസങ്ങൾ തുടർമാനമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഒരു മരണപ്പാട്ടുകൾ കേൾക്കാമായിരുന്നു. ഏതെങ്കിലുമൊക്കെ റെക്കോർഡ് കൊണ്ടുപോകുന്നത്. എന്നാൽ മിനിയോട് പറഞ്ഞു, ഇവിടെ മരണമൊഴിഞ്ഞ ദിവസമില്ലെന്ന്. എത്ര ദിവസങ്ങൾ കൊണ്ടാണ് രാവിലെ ഈ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന പാട്ട് കേൾക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെയൊക്കെ ഈ ദേശത്ത് കഴിഞ്ഞൊരു വർഷം എത്ര മരണങ്ങൾ സംഭവിച്ചു. ഇതൊന്നും വാർദ്ധക്യത്തിൽ എത്തിവരുടെ മരണം സ്വാഭാവികമാണ്. എന്നാൽ ഒരു 60 വയസ്സ് അതിന് താഴെയുള്ള, ഒരു 65 വയസ്സ് അതിന് താഴെയുള്ള എത്ര പേരുടെ മരണമാണ് നമ്മുടെ അറിവിൽ കഴിഞ്ഞൊരു വർഷം നടന്നത്. അവരിത് മിക്കപേരും ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഈ 2023 തികയ്ക്കാൻ കഴിയില്ലെന്ന്. അതുപോലെ എത്രയോ ആക്സിഡന്റുകളാണ് റോഡിൽ. നമ്മുടെ പോകുന്ന വഴിയിൽ കൂടുതൽ പോലീസ് സ്റ്റേഷന്റെ വാതിക്കൽ മിക്ക ദിവസങ്ങളിലും പുതിയ പുതിയ വാഹനങ്ങൾ ഇടിച്ചു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പറഞ്ഞത് നമ്മുടെ ഈ ദേശത്ത് ഇങ്ങനെയെല്ലാം വലിയ നഷ്ടങ്ങൾ പെരുകുമ്പോൾ നമ്മൾ ഈ ദേശത്ത് ജീവിക്കുന്നവരാണ്, നമ്മൾ ഈ നിരത്തുകളിൽ സഞ്ചരിക്കുന്നവരാണ്. ദൈവം നമ്മളോട് കാണിച്ച ദൈവത്തിന്റെ മനസ്സലിവ്, ആർദ്രത, സ്നേഹം, കരുണ നമുക്ക് സഹിക്കാൻ കഴിയുന്ന രീതിയിലൊന്നും നമുക്ക് അനുവദിക്കാണ്ട് ദൈവം നമ്മെ സൂക്ഷിച്ചു. രോഗം വന്നില്ലെന്നല്ല, ഭാരങ്ങൾ വന്നില്ലെന്നല്ല, പ്രയാസങ്ങൾ വന്നില്ലെന്നല്ല, ദുഃഖങ്ങൾ വന്നില്ലെന്നല്ല. എന്നാ പ്രിയരെ, ഇതൊക്കെ നമുക്ക് സഹിക്കാൻ കഴിയുന്ന അളവിലെ ദൈവം നമുക്ക് തന്നുള്ളൂ. ഹല്ലേലൂയ. ഒരലമുറ ഉയരുവാൻ പിശാച് വാതികെട്ടിയ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. നിന്റെ റോഡിൽ ചുരുട്ടിക്കൂട്ടി കളയുന്ന പിശാച് വാതികെട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. ചില അപകടങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പ്രാണന് ഹാനി വരുവാൻ ദൈവം ഇടയാക്കാതെ, അവയവങ്ങൾക്ക് കേടുവരുവാൻ ദൈവം ഇടയാക്കാതെ ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് ദൈവം നമ്മെ പരിപാലിച്ചു. ഹല്ലേലൂയ. ഈ രാത്രി ആ ദൈവത്തിന്റെ കരുതലുകളെയും ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിന്റെ ആഴങ്ങളെയും ഓർക്കുക. ഹൃദയം തുറന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധി പറയാൻ, കർത്താവേ നന്ദി, എന്റെ വിശ്വസ്തതകൾക്ക് നന്ദി, അങ്ങനെ കുടുംബങ്ങളോട് കാണിച്ച ദൈവത്തിന്റെ മഹാദേവിക്ക് നന്ദി പറയാം. കർത്താവേ, മറ്റുള്ളവരെക്കാൾ അങ്ങനെയൊക്കെ ഏതെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടവരെക്കാൾ ഞങ്ങൾ ഏതൊക്കെ പുണ്യം ചെയ്തവരായതുകൊണ്ടോ, ഞങ്ങൾ അതിന്റെ വിശുദ്ധരായതുകൊണ്ടോ, ഞങ്ങൾക്ക് അവരെക്കാൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ക്വാളിറ്റി ഉള്ളതുകൊണ്ടൊന്നുമല്ല. ഞങ്ങളും അവർക്ക് സമരായ മനുഷ്യരാണ്. എന്നാൽ ദൈവത്തിന്റെ ഒരു സംരക്ഷണ വലയത്തിനകത്ത് ഞങ്ങളെ കരുതിയതുകൊണ്ട് ഞങ്ങൾക്ക് ആ നിലയിലുള്ള പ്രതിസന്ധികളൊന്നും നേരിടാവുന്നവണ്ണം ഞങ്ങളെ ദൈവം പരിപാലിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, രാത്രി നമ്മുടെ ഹൃദയം ദിവസം പകരാം. 2023 ആരംഭങ്ങൾ എത്ര വൈഷമ്യത്തോടെയാണ് നമ്മൾ ആരംഭിച്ചത്. പല ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഒരു കാര്യം എത്തിപ്പിടിക്കാൻ കഴിയത്തില്ല എന്ന് നമ്മുടെ ഉള്ളം നമ്മളോട് പറഞ്ഞ അനുഭവങ്ങൾ ഇല്ല. ഇതിന്റെ പൂർത്തീകരണം കാണാൻ കഴിയത്തില്ല, ഇത് പ്രാപ്യമായി തീരത്തില്ല, ഇതിടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും, തോറ്റു പിന്മാറേണ്ടി വരുമെന്നൊക്കെ നമ്മുടെ ഉള്ളം കലങ്ങി ആശങ്കപ്പെട്ട എത്ര ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയി. നാം പോലും പ്രതീക്ഷിക്കാതെ ദൈവം നമുക്ക് വേണ്ടി വഴികളെ തുറന്നു. ദൈവത്തിന്റെ കരുതലുകളെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി. ആരൊക്കെയോ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി. എവിടെയൊക്കെയോ ആരൊക്കെയോ നമുക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചു. നമുക്ക് പ്രാപ്യമായി തീരത്തില്ലെന്ന് നമുക്കറിയുന്നത് പലതും പ്രാപ്യമായി ഏറ്റെടുക്കത്തക്ക രീതിയിൽ, ചിലതിന്റെയൊക്കെ അവകാശിയായിട്ട് നാം മാറത്തക്ക രീതിയിൽ, ചിലരൊക്കെ നമ്മുടെ പേരിൽ അധികാരത്തോടെ എഴുതപ്പെടത്തക്ക രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ചെയ്ത നന്മകളെ നന്ദിയോടെയോ. എത്രയോ തലമുറകൾ വിദ്യാഭ്യാസാനന്തരം തെക്ക് വടക്ക് ഒരു തൊഴിലുമില്ലാതെ അലഞ്ഞു തിരിയുന്നു, നിരാശപ്പെട്ട് ആശങ്കപ്പെട്ട് ഇത്രയും പഠിച്ചിട്ടത് പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ച് സ്വയം പ്രാഗി എത്ര തലമുറകളാണ് ഈ ദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്.
ദൈവം നമ്മുടെ തലമുറകളെയെല്ലാം ദൈവത്തിന്റെ കൃപയാ അനുഗ്രഹങ്ങളാൽ ദൈവമേ നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തത നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയുക. വിശാലങ്ങളെ പ്രവർത്തിക്കുമെന്ന് വാക്ക് കെട്ടി എത്രയോ സമർപ്പണം. എന്നാൽ അതിന്റെ അത്രയും അഭിമാനകരമായി നമ്മൾ തല ഉയർത്തി നിൽക്കാനുള്ള ദൈവത്തിന്റെ കരുതലുകളെ വെളിപ്പെടുത്തിയിരുന്നു. അതെന്താ ദൈവിക ആഗ്രഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. രാത്രി സഭയായിട്ട് നമുക്ക് ഒത്തിരി ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയും. 2023 നമ്മുടെ അംഗസംഗീതം ഉൾക്കൊള്ളാൻ ഇടയാകാം. ഒരു സംസ്കാരത്തിൽ നമ്മുടെ വീടിലോ വേദിയാകാൻ ഇടയാകാം. മരണകരമായ ഇടർച്ചകൾ കുടുംബങ്ങൾ നേരിട്ടതാണ്. എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള വെല്ലുവിളികൾ വരുന്നതാണ്. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ദോഷവും സംഭവിക്കാനിടയാകാം. കേടുപാടുകളും കൂടാതെ ദൈവം നമ്മെ പ്രിയപ്പെട്ടവരെയൊക്കെ പരിപാലിച്ചു. ദൈവത്തിന്റെ ആനന്ദത്തെ അദ്ദേഹം നമ്മെ സൂക്ഷിച്ചു. 2023 പിതാവകാലം പാടുവാനിടയായി ഒരു സംസ്കാര ശുശ്രൂഷ നടത്തപ്പെടുവാനിടയായാൽ നമ്മുടെ സഭയെ ദൈവം സൂക്ഷിച്ചു. നമ്മുടെ അംഗങ്ങളിൽ ഒന്നിനും പുറത്തു വരാനിടയാകാം. ദൈവം പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസതയെ നമുക്ക് നന്ദിയോടെ ഓർത്തിട്ടാവുന്ന സ്തോത്രം കഴിയാം. 2023 നാളുകളായി കൊതിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നത് പോലെ ഇങ്ങനെ ഒരു ആലയത്തിനകത്ത് ദൈവത്തെ ആരാധിക്കാനുള്ള സൗകര്യങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. എല്ലാം ദൈവത്തിന്റെ കരുണയാണ്, വിശ്വസ്തതകളാണ്. ഒടുവിലേക്ക് എത്തപ്പെട്ടിട്ട് വേഗത്തിൽ ആരാധന ആരംഭിക്കും നമുക്ക് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ വേഗത്തിൽ ദൈവം അതിനുവേണ്ടി ഇത്തരം കാര്യങ്ങളെ ക്രമീകരിച്ചു. വിശാലമായിട്ട് സന്തോഷത്തോടെ ഇരുന്ന ദൈവത്തിന്റെ നന്ദി നൽകുവാൻ ആരാധന കഴിക്കുവാൻ ദൈവസഭയ്ക്ക് വേണ്ടി ഇത്രത്തോളം വിശാലമായ വഴികളെ ദൈവം തുറന്നതിന് ഈ രാത്രി നമുക്ക് നന്ദിയോടെ ദൈവത്തിന്റെ സഭയ്ക്ക് സ്തോത്രമായിരിക്കാം. ഈ രാത്രിക്കാലത്ത് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയോട് വികസനിച്ചവരാണ്. പരിശുദ്ധ നിത്യമായ ഞങ്ങളുടെ ദൈവമേ, സ്നേഹത്തിന്റെ അടുപ്പിലാവേ, അങ്ങനെ ദൈവത്തിന്റെ രക്ഷകരമായ പരിണാമത്തിൽ ഈ 2023 എന്ന ശ്രേഷ്ഠമായ വർഷത്തിന്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിൽ അങ്ങയുടെ പാതാന്തിയിൽ നന്ദി പറയുവാൻ ചേർന്നിരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് വലിയ സാവകാശത്തിനായിട്ട് നന്ദി പറയുന്നുണ്ട്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരപ്പെട്ടവരുടെ ലേഖനങ്ങൾക്കുണ്ടായിരുന്നു. തകർന്നു പോകുന്ന വിചാരിച്ച അനുഭവങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും അപ്പുറത്തേക്ക് വിചാരിച്ച അനുഭവങ്ങളുണ്ടായിരുന്നു. അവിടെയെല്ലാം ദൈവത്തിന്റെ വാക്കിലില്ലാത്ത വിശ്വസ്തയുടെ പരിപാലനം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം കൽപ്പിച്ചതോ, ദൂതക്കാരനെ അയച്ച് ഞങ്ങളിൽ കാവൽ ചെയ്തതോ, അനർത്ഥങ്ങളും ആപത്തുകളും തലയ്ക്ക് വീതി വളവുകളുടെ അനുഭവങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരു ദുരന്തത്തിന് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഞങ്ങളുടെ കുടുംബങ്ങളെ സൂക്ഷിച്ച, ഞങ്ങളുടെ പ്രിയമുള്ളവരെ സൂക്ഷിച്ച ദൈവസഭയെ അംഗസംഗീതം കുറയാതെ മരണത്തിന്റെ ഗണികൾ വന്നു വീഴാൻ ഇടയാകാതെ ദൈവം പരിപാലിച്ച വിധങ്ങൾക്ക് ഈ രാത്രി ഞങ്ങൾ നന്ദി പറയുന്നുണ്ടാവേ. വിശാലമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ എങ്കിലും ഒരു നിമിഷം നിങ്ങൾക്ക് ആദ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നുണ്ടാവേ. അവൻ കർത്താവെ ചേർന്ന് നിൽക്കാതെ ദൈവകൃപയിൽ ഇടയാക്കി അവൻ ലോകത്തിന്റെ ഈ ക്ലേശങ്ങളെയും ഭാരങ്ങൾ വളരെ വളർത്തിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം സ്വന്തത്തിന്റെ ദൈവം കരങ്ങളിൽ താങ്ങി അനർത്ഥങ്ങൾ വഴിയായി അപകടങ്ങൾ വഴിയായി ഭാരങ്ങൾ നേരിട്ട പ്രിയപ്പെട്ടവരുടെ ഇടയിലുണ്ട്. എന്നാൽ ദോഷമായി ഇതൊന്നും കൂടാതെ അവൻ കിടപ്പിലായി പോലെ ദൈവം കരുതലുകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഒരിക്കൽ പോലും പൂർത്തീകരണം കാണത്തില്ലെന്ന് ഞങ്ങൾ മാനസികമായി വിചാരിച്ച അനുഭവങ്ങൾ ഞങ്ങളുടെ കാതുകളിൽ തുടർന്ന് കൊണ്ടുവച്ച അനുഭവങ്ങളില്ല. നിനക്കില്ല പൂർത്തീകരണം കാണാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് കേൾക്കാൻ പാകത്തില്ല, നിങ്ങളുടെ ഭാഗത്തില്ല, ഇനി ഞാൻ അനുഭവിക്കുന്നതൊക്കെ വിശ്വാസികളുടെ കാതുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവേ, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നോ, ഒട്ടുകടക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നോ, ഉപദേശിക്കുന്ന ഭാര്യകളെ തീർപ്പാക്കുന്ന ഒരു ദൈവമുണ്ടെന്നോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വളരെ മുടങ്ങിയ ദൈവങ്ങളിലേക്കായിട്ട് സ്തോത്രം ചെയ്തിട്ടുണ്ടാവേ. അവൻ ഹാലലുയ പിൻഗണനയിലേക്കുള്ള മേഖലകൾ ദൈവം മുൻഗണനയിലേക്ക് കൊണ്ടുവന്നോ. അവൻ ചില മുമ്പന്മാരായിരുന്നവരെ പിൻഗണന്മാരാക്കിക്കൊണ്ട് മുമ്പന്മാരായിരുന്നവരെ മുൻഗണനയിൽ കൊണ്ടുവന്നോ. ചിലർക്ക് പിൻഗണനയ്ക്ക് വേണ്ടി പഠിക്കട്ടായിരുന്നു.
നദിയോടെ നീക്കി സ്വന്തം കരയുന്നതാറ് ഈ 2023 ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലും ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദീപികളായിട്ട് ജീവന്റെ ചൈതന്യം വെക്കുന്ന ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഞങ്ങൾക്ക് നൽകിയ സാവകാശമായിട്ട് സ്തോത്രം. ഈ രാത്രികളുടെ സ്തോത്രം. ഈ ദേശത്ത് അനുഗ്രഹിക്കുന്ന കർത്താവ് ഞങ്ങൾ ഈ ദേശത്ത് നടക്കുവാൻ ദൈവം നൽകിയ സൗകര്യങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശം ഞങ്ങൾ ഉൾക്കൊണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തുള്ള സകല പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളെയും അവൻ ഈ കുടുംബത്തിലുള്ള മുഴുവൻ ബിസിനസ്സുകാരെയും അവൻ കർത്താവെ മുഴുവൻ അവൻ വാഹന ജീവനക്കാർ, ഓട്ടോറിക്ഷ ജീവനക്കാർ, ടാക്സി ജീവനക്കാർ, അവൻ കർത്താവെ അങ്ങനെ വിപുലമായി തുറകളിൽ ഏർപ്പെട്ടിരിക്കുന്നവര് അവൻ അങ്ങനെ ഓരോരോ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഞങ്ങൾ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിക്കുകയാകെ അവൻ ഈ ദേശം അനുഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളുടെ കൂടെ വർദ്ധിക്കുന്നതാകെ അവൻ പട്ടണമായി മാറട്ടെ കർത്താവേ. അവൻ ഭദ്രാവനത്തിൽ ഭൂമിയിലൊക്കെ ഉള്ളതിനേക്കാൾ സൗകര്യങ്ങളുള്ള എല്ലാവിധമായ സൗകര്യങ്ങളും ഉയർത്തപ്പെടുന്ന ഒരു പട്ടണമായി കൂടെ വളരുവാൻ ഞങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്. 2024 കൂടി അനേക സ്ഥാപനങ്ങൾ അവൻ ശ്രദ്ധമായ സംരംഭങ്ങൾ ഇനി ഈ പട്ടണത്തിൽ ഉണ്ടാകരുതാവേ. അനേകം എഴുന്നേൽപ്പിച്ചാകരുതാവേ. ഈ രാത്രി ഞങ്ങൾ ദേശത്തെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ദേശനിവാസികളെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. വ്യത്യസ്തമായ നാനാവാദി അവൻ ജാതി മതസ്ഥരായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവരെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളാകത്താതെ അവരെല്ലാം രാത്രിയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ വലിയ കരുണയുടെ ഈ രാത്രി നിങ്ങളുടെ ഹൃദയം കൂടിയിരിക്കണമേ. ഞങ്ങൾക്ക് സാന്നിധ്യത്തിൽ സന്തോഷത്തോടെ അവൻ ഞങ്ങൾക്ക് ചിലവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ ഒത്തിരി പ്രതീക്ഷകളോടെ വിശ്വാസത്തോടെ അവൻ അനുഗ്രഹത്തോടെ ഒരു പുതിയ സന്ദർശനത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഈ രാത്രി ഞങ്ങൾ സമൃദ്ധി അനുഗ്രഹിച്ചാണ് ദൈവത്തിന്റെ സാന്നിധ്യം പൊതിഞ്ഞാണ് പരിശുദ്ധമായ കഴിയാണ്. സകല മഹത്വം പൂജയും നിങ്ങൾ സമർപ്പിക്കുന്നു. കൊടിയോടെ കേൾക്കണമേ സൗഖ്യം പിതാവേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന പാട്ടിന്റെ പേരുകൾ പാടി പ്രധാന മഹത്വം ശക്തിയോടെ ശക്തിയോടെ നിങ്ങൾ അങ്ങനെ കർത്താവിനെ ശ്രദ്ധിക്കാൻ കർത്താവിനോട് നന്ദി പറയാൻ ഹൃദയത്തിനടുത്ത് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥത്തിൽ അവൻ ആരാധന കൊതിയനല്ല, അവൻ ആരാധന യോഗ്യമാണ്. അവൻ ആരാധന കൊതിയനല്ല, നമ്മുടെ ആദ്യം ആരാധന കുറിച്ചിട്ട് വന്ന വ്യക്തിയല്ല, അവൻ ആരാധന യോഗ്യമാണ്. അങ്ങനെയുള്ള കർത്താവിനെ ആദ്യം അവരുടെ വായിക്ക് സിപ്പൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഇന്നത്തുള്ളവർ മാത്രം സിപ്പിട്ടുകൊണ്ടിരുന്നു, അല്ലാത്തവർക്ക് വായികളെ തുറക്കാൻ നിങ്ങൾ ആരും സന്ദർശിച്ചില്ല. നിങ്ങൾ ആരും എനിക്ക് പറയാൻ ഒരു സാക്ഷ്യമുണ്ട്. ഇന്ന് പകലും ഞാൻ അതിന്റെ കാര്യം കണ്ടതാണ്.
Amen.
നിന്റെ മുറിയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നാം സേവിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത നമ്മുടെ സഹോദരങ്ങളായി പ്രിയപ്പെട്ടവർ അവരുടെ ഇഷ്ടദൈവങ്ങളെ കാണാൻ ആ ദൈവങ്ങൾ വസിക്കുന്ന ഇടത്തേക്ക് കയറി പോകണം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നീ ഇരിക്കുന്ന ഇടത്ത് നിന്നെ ഇറങ്ങി വരും. അവരുടെ ഇഷ്ടവിഭവങ്ങളില്ല. ദൈവമോ ശൂന്യമായ കരങ്ങൾ എന്നെ സഹായിക്കുക എന്ന് പറയാം. ഈ രാത്രി അവരോട് ഒരിക്കൽ പത്രോസ് ഒരു രാത്രി മുഴുവൻ കടന്നധ്വാനിച്ചു. ഒന്നും കിട്ടിയില്ല. നിരാശനായി വന്ന മല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗുരുവായ യേശു ആ വഴിയായി കടന്നിരുന്നത്. പത്രോസിനോട് യേശു ഒരു കാര്യം ആവശ്യപ്പെട്ടു. പത്രോസേ, അല്പസമയം ആ പടക് എനിക്കൊരു പ്ലാറ്റ്ഫോം ആക്കി എനിക്ക് വരാൻ പറ്റുമോ? യേശു പടകിലേക്ക് കയറി നിരാശയുടെ ആഴക്കയത്തിനകത്ത് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും പിടിക്കാൻ കഴിയാതെ അന്നത്തെ ആഹാരത്തിനുള്ള വഴി എന്താകുമെന്ന് പരവേശപ്പെട്ടു വേദനയോട് വല കഴുകിക്കൊണ്ടിരിക്കുന്നവരോടാണ് യേശു ആവശ്യപ്പെടുന്നത്, എനിക്ക് വേണ്ടി ഈ പടകൽപ്പ സമയത്ത്. നിരാശയുടെ ആഴക്കയത്തിൽ പത്രോസ് യേശുവിന് അനുവാദം കൊടുത്തു. യേശുവിന് പടകിലേക്ക് കയറി അവരുടെ പറഞ്ഞ് പടക് കരയിൽ നിന്ന് അല്പം മാറ്റി നിർത്തി യേശു ആ കടൽക്കരയിൽ കൂടിയിരുന്ന ജനത്തോട് ആ പടകിൽ നിന്നുകൊണ്ട് ദൈവരാജ്യം പ്രസംഗിച്ചു. ജനത്തിന് ആവശ്യമായ ദൂത് കൈമാറിയ ശേഷം എനിക്ക് വേണ്ടി മണിക്കൂറുകൾ വേർതിരിച്ച് എനിക്ക് വേണ്ടി പടക് നിയന്ത്രിച്ച് അവൻ നിരാശനായി നിൽക്കുന്ന പത്രോസിനെ കടന്നു പോകാൻ യേശുവിന് മനസ്സ് വന്നില്ല. പത്രോസ് ആവശ്യപ്പെട്ടില്ല എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണമെന്ന്. യേശുവിന് വേണ്ടി പത്രോസ് സമയം വേർതിരിച്ചപ്പോ അവന്റെ പടകിനെ യേശുവിന് വേണ്ടി അല്പസമയം വേർതിരിച്ചു കഴിഞ്ഞപ്പോ ജനത്തോട് പ്രസംഗിച്ചത് യേശു ശിമോൻ പത്രോസിനെ നോക്കി പറഞ്ഞു, നീ കടലിൽ ആഴത്തിലേക്ക് നീക്കി വലയിറക്ക്. ഹല്ലേലൂയ. പത്രോസ് യേശുവിന്റെ അപ്പനാകാൻ പ്രായമുള്ള ഒരു മനുഷ്യനായിരിക്കാം. ദീർഘവർഷങ്ങൾ ആ കടലിന്റെ ഓരോ മുക്കും മൂലയും അരിച്ചു കുടിച്ച് മരിച്ചിട്ടുള്ളവനാ. എവിടെ ഏത് മീൻ കിട്ടുന്നത് നന്നായി അറിയാവുന്നവൻ. രാത്രിയിൽ അധ്വാനിച്ചിട്ട് മീൻ കിട്ടാത്ത ഇടത്ത് ഈ പകലുള്ള നേരത്ത് അധ്വാനിച്ചാൽ വീശിയാൽ എവിടെ മീൻ കിട്ടാനാ? പക്ഷെ ഒരു വാക്ക് പോലും യേശുവിനോട് പുറത്തു പറയാവുന്ന ഗുരു പറഞ്ഞതനുസരിച്ച് ആഴത്തിലേക്ക് അവൻ വലയമാക്കി. അടുത്ത വാക്യം കാണാൻ കഴിയുന്നതോ വിരുദ്ധ മീൻ കൂട്ടം ആ വലയിൽ ഇരച്ചു കയറി. അവൻ ഒറ്റയ്ക്ക് ആ പടകിലിരുന്നു കൊണ്ട് അവനെ വലിച്ചു കയറ്റാൻ കഴിയാതിരുന്നപ്പോ ചുറ്റുപാടുമായിട്ട് ഇതുപോലെ നിരാശയോടെ വല കഴുകിക്കൊണ്ടിരുന്ന തന്റെ സ്നേഹിതന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, വാ ഞങ്ങളൊന്ന് സഹായിക്ക്, ഈ വലയൊന്ന് വലിച്ചു കയറ്റാൻ. ഒരിക്കലും അവന്റെ എക്സ്പീരിയൻസ് കൊണ്ട് അവന് കിട്ടാത്ത ഒരു മീൻപിടുത്തം യേശുവിന്റെ വാക്കിനെ മാനിച്ചപ്പോൾ പകലുള്ള നേരത്ത് അവന് വേണ്ടി കടലിൽ വെളിപ്പെട്ടു വന്നെങ്കിൽ ഇന്ന് രാത്രി അവൻ ദൈവത്തിന്റെ വൈകല് യേശുവിന് വേണ്ടി 1 മണിക്കൂർ ചെലവഴിച്ചാൽ യേശുവിനെ വെറുതെ വിടത്തില്ല. യേശുവിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ എന്തെങ്കിലും കരം നീട്ടിയിട്ടുണ്ടെങ്കിൽ, നിന്റെ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ആരോഗ്യം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ നന്മ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി പരിശുദ്ധമായ വാഗ്ദത്തത്തിനോട് പറയുന്നു, വെറുതെയല്ലോ അവൻ നിനക്ക് പ്രതിഫലം തരാൻ വിശ്വസ്തനാണ്. യേശുവിന്റെ പാദപീഠത്തിരിക്കാൻ, അവന്റെ മുമ്പിൽ ആരാധന കരേറ്റാൻ, അവനോട് പ്രാർത്ഥിക്കാൻ, അവന് സ്തോത്രം കരേറ്റാൻ നീ 50 രൂപ ഓട്ടോക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നീ 20 രൂപ വണ്ടിക്കൂലി മുടക്കിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി കുറിച്ചു വെച്ചു സ്വർഗം മറന്നു പോകത്തില്ല. നീ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? വേദനിക്കപ്പെടുന്ന ഒരു കുടുംബത്തിന് വേണ്ടി, നൊമ്പരം സഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, നിന്റെ വീടിനകത്ത് മുട്ടുമടക്കി ദൈവത്തോട് മധ്യസ്ഥത ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി,
സുരക്ഷയ്ക്ക് വേണ്ടി നീ 1 മണിക്കൂറെങ്കിലും ദൈവസഭയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ഇടിവിൽ നിന്നിട്ടുണ്ടെങ്കിൽ, കരഞ്ഞിട്ടുണ്ടെങ്കിൽ, പാപബന്ധിതമായ ഈ ദേശത്തിന് വേണ്ടി, ഈ ദേശത്ത് നശിച്ചു പോകുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, മദ്യപാനത്താൽ തകർക്കപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി, മയക്കുമരുന്നുകളെ തകർക്കപ്പെട്ട യൗവനക്കാർക്ക് വേണ്ടി, നിന്റെ വീടിന്റെ മുറിക്കകത്തിരുന്ന് നീ പ്രാർത്ഥിച്ചത് ആരും കണ്ടിട്ടില്ലെങ്കിലും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്റെ ദൈവം അവരെ കണ്ടിട്ടുണ്ട്. ഈ രാത്രി നീ ദൈവത്തിന്റെ മാതൃകത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ചെലവഴിച്ച സമയം അവൻ കുറിച്ചിട്ടുണ്ട്. അവനെ അയക്കത്തില്ല. അതിനൊരു മറുപടി നിന്റെ ജീവിതത്തിൽ സ്വർഗ്ഗം കൂടാതെ അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയ ആർക്കും കടക്കാരനല്ല. എന്ത് നാം ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് അടിച്ചു തകർക്കപ്പെട്ട ശരീരത്തിനകത്തുള്ള കിരിയിറങ്ങുന്ന രക്തത്തുള്ളികളുമായി വീഴ്ചം കുറച്ച് വീശതം വരാൻ കുരിശും തോളിൽ വെച്ചുകൊണ്ട് പോവുകയാണ്. കുരിശിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ അതേ ദിവസം മുഴുവൻ അല്ല ഗതസമനയിൽ ലോകത്തിന്റെ മുഴുവൻ പാപം തന്റെ ശരീരത്തിനകത്തേക്ക് കയറിയപ്പോ രോമകൂപങ്ങളിൽ കൂടെ രക്തത്തുള്ളികൾ പുറത്തു വരുന്നു. ആ സമയം മുതൽ അനുഭവിക്കുന്ന മാനസിക ഭാരം, പാപത്തിന്റെ ഭാരം, ശരീരത്തിനേറ്റ മുറിവിന്റെ ഭാരം എല്ലാമായി ഭാരമേറി മരം കുരിശിക്കൊണ്ട് പോകുമ്പോൾ വീഴ്ചും കുറച്ചും ആ പാതയോടെ കുരിശുമായി വീഴുകയാണ്. വഴിയായി വയലിൽ പണിയും കഴിഞ്ഞ് രാവിലെ മുതൽ അന്തിയോളം നടുവ് കുനിഞ്ഞു നിന്ന് ഒരധ്വാനം മുഴുവൻ ചെയ്ത് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നൊരു ആശ്വാസം കിട്ടിയാൽ ഒരു കാപ്പി കുടിച്ച് ഒന്ന് കുളിച്ച് വീടിനകത്ത് കയറി വിശ്രമിക്കാവുന്ന പരവേശം കഴിയും. ആ വഴിയായി ഓടി വരുന്ന കൊയനക്കാരനായ ശിവോനെ പണിയാളികൾ കണ്ടപ്പോൾ സമൂഹത്തിൽപ്പെട്ടവൻ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവൻ, അവനെ നിർബന്ധിച്ചത് പറഞ്ഞു, ഭീഷണിപ്പെടുത്തി പറഞ്ഞു, നീ ഇവനെ കുരിശിച്ചു വന്നാൽ ഇവന് വേണ്ടി ഗോൽഗോഥ മരണമാണ്. കുരിശ് ശാപമാണ് പ്രിയരെ. ആ കാലഘട്ടത്തിൽ ഏറ്റവും നികൃഷ്ടമായ മരണമാണ് കുരിശ് മരണം. ആ ശാപമേറിയ കുരിശ് തന്നെ ചുമലിൽ വെച്ചാൽ നാളെ സമൂഹത്തിനകത്ത് തനിക്കുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം അവനറിയാം. തന്റെ തലമുറകൾ നേരിടേണ്ടി വരുന്ന അപവാദങ്ങൾ അവനറിയാം. പക്ഷെ അതൊന്നും വിലകൽപ്പിക്കാതെ നിർബന്ധത്തിന് വഴങ്ങി ഖുറൈനക്കാരനായ ശിമോൻ യേശുവിന്റെ കുരിശിന്റെ അറ്റം പിടിച്ചു. ഗോൽഗോഥയിലെത്തുവോളം അവൻ ആ കുരിശ് യേശുവിനെ വേണ്ടി ഭക്ഷിച്ചു. കാലഘട്ടം കഴിഞ്ഞുപോയി കേട്ടോ. പിന്നത്തേതിൽ പൗലോസ് ലേഖനം എഴുതി വരുമ്പോൾ ഒരു വാചകം എഴുതി, ക്രിസ്തുവിൽ പ്രസിദ്ധരായ അലക്സാണ്ടറിനും രൂഫസിനും വന്ദനം ചെയ്യും. ആരായിരുന്നു സമൂഹത്തിൽ ഉന്നതമായ നിലയിലേക്ക് ദൈവത്താൽ ഉയർത്തപ്പെട്ട ഈ ചെറുപ്പക്കാർ ആരാന്നറിയാമോ? ഖുറൈനക്കാരായ ശിമോന്റെ തലമുറ. ഒരർഹതയുമില്ലാത്ത സ്ഥാനത്ത് സാമൂഹികമായി ഒത്തിരി വേർതിരിവുകൾ നിലകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു പൊസിഷനിൽ എത്തുവാൻ ഒരു അർഹതയുമില്ലാതെ താഴേക്കടെ നിൽക്കുന്ന ഒരു കുടുംബത്തിനകത്ത് പിറന്ന 2 തലമുറകൾ വ്യവസ്ഥിതികളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തപ്പെടുവാൻ കാരണമായി തീർന്നതിന്റെ കാരണം ഒന്നേയുള്ളൂ. നിങ്ങളുടെ അപ്പൻ നിന്ദിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട ശാപം വഹിച്ച കുരിശിന്റെ അറ്റം പിടിച്ചപ്പോൾ സ്വർഗം മറന്നുപോയില്ലെങ്കിൽ ഈ രാത്രി യേശുവിന് വേണ്ടി യേശുവിന്റെ ഭാഗമില്ലല്ലോ യേശുവിന്റെ ജീവിതമാണ് എനിക്ക് വലുത്, യേശുവിന് വേണ്ടിയുള്ള ജീവിതമാണ് എനിക്ക് വലുത് എന്ന തീരുമാനത്തിൽ നീ വില കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി സ്വർഗം നിന്നോട് അടിമലയിട്ട് ഒരു ഉറപ്പ് നൽകുന്നു. നിന്റെ തലമുറയെയും സ്വർഗമാക്കാൻ പോകത്തില്ല. വില കൊടുത്തുണ്ടെങ്കിൽ ഇപ്പോഴും നീ അറിയത്തില്ല. കാലഘട്ടം മുന്നോട്ട് ഉള്ളുമ്പോൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ഉന്നതവും ശ്രേഷ്ഠമായ ദൈവപ്രവൃത്തിയുടെ മഹത്വം കാണുമ്പോൾ അന്ന് നിനക്ക് പറയാൻ കഴിയും, എന്റെ ദൈവത്തിന് വേണ്ടി അവൻ കുടുംബക്കാരെ അപമാനം വകവെക്കാതെ, അവൻ ദേശങ്ങളുടെ അപമാനം വകവെക്കാതെ, അവൻ ചുറ്റുപാടുള്ളവരുടെ ചോദ്യചിഹ്നങ്ങൾ വകവെക്കാതെ എന്റെ യേശുവിന് വേണ്ടി ഞാൻ ഇറങ്ങിയത് എന്റെ തലമുറയ്ക്ക്, എന്റെ കൊച്ചുമക്കൾക്ക് നന്മയായി പരിണമിച്ചു.
യേശുവിന് വേണ്ടി ഒരു ആരെയും സ്വർഗം തള്ളി കളഞ്ഞിട്ടില്ല കേട്ടോ. യേശുവിന് വേണ്ടി വില കൊടുത്ത് ആരെയും സ്വർഗം കൈവിട്ട് കളഞ്ഞിട്ടില്ല. ഈ രാത്രി ചേർത്ത് പറയട്ടെ, ഇവിടെ കിട്ടുന്ന യാതൊരു മാത്രമല്ല പിന്നെയോ എനിക്കൊരു നിത്യതയുണ്ട്. ഇവിടെ നീ കർത്താവിനെ പ്രതി സഹിക്കേണ്ടി വരുന്ന മുഴുവൻ അപവാദങ്ങൾക്കും അപമാനങ്ങൾക്കും നിന്ദകൾക്കും കഷ്ടങ്ങൾക്കും തക്കവണ്ണം സ്വർഗങ്ങൾക്ക് പ്രതിഫലം വിവരിക്കുന്ന ദിവസമുണ്ട്. ഇവിടെ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല, അങ്ങേ ലോകത്ത് ദൈവരാജ്യത്തിനും അതിന് നന്മ നൽകാതിരിക്കണം. ഇന്ന് രാത്രി ആ സർവശക്തനായ ദൈവത്തിന് സ്തോത്രാർപ്പണത്തോടും നന്ദിയോടെ ആരാധനയോടും നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചായിരിക്കാം. തുടർന്ന് ആമേൻ ഈ രാത്രി നമ്മുടെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ വേഗത്തിൽ ചുരുക്കമായിട്ട് ആമേൻ 2023 അവസാനത്തെ പ്രാർത്ഥനകളാണ്. ആമേൻ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒന്ന് രണ്ട് പ്രിയപ്പെട്ടവരോട് ചുരുക്കമായിട്ട് വേഗത്തിൽ ശബ്ദമുയർത്തി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. അതിന്റെ അവസാന ഭാഗത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ വലിയ അത്ഭുതകരമായ അതിശയകരമായ ഇടപെടൽ നടത്തിയ അവിടുത്തെ എല്ലാ കാര്യങ്ങളുടെ കപ്പുകളെയും നന്ദിയോടെ അവസരത്തെ നിന്റെ മറന്നുകൊണ്ട് ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ജീവിക്കാൻ ഒക്കുകയുണ്ട്. ഈ വർഷക്കാലം അത്രമാത്രം അത്ഭുതങ്ങളുടെ അർത്ഥങ്ങളൊന്നും വിനാശകരമായി തീരുവാനിടയാകാതെ യാതൊരു വിലാപകാലമോടിയുള്ള ഭവനങ്ങളിൽ തീരുവാനിടയാകാതെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഉപകരിക്കുവാനിടയാക്കാതെ സ്വർഗീയ കരങ്ങൾ വിടുവിച്ച് അനുഗ്രഹിച്ചു വഴി നടത്തിയ ഞങ്ങളുടെ ആവശ്യഭാരങ്ങളെല്ലാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് ഞങ്ങളെ മാനിച്ച ഞങ്ങളെ പരിഹസിപ്പാൻ ദുഷിപ്പാനിടയാക്കാതെ സർവശക്തന്റെ നിഴലിൽ അഭയം കഴിയ തന്ന അവിടുത്തെ കരുതലുകൾക്കായി നന്ദിയോടെ അടിയങ്ങളെ വിവരപ്പെടുത്തണമേ. ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത നിഷ്കളങ്കമായ ഞാനിന്റെ തിരുരക്തത്താൽ അടിയങ്ങളെ വിലക്കുവാക്കുകയാവുകയും ഞങ്ങൾ ഓർക്കുന്നത് കർത്താവേ. അതിനെ തിരിച്ചറിവാനോ അതിനെ മറികടക്കാനോ ഞങ്ങളെ ഇടയാക്കാതെ അലേലിയ സ്തോത്രത്തിന്റെ നാമ മഹത്വത്തിനിടയാകുക കർത്താവേ. അലേലിയ സ്നേഹം അതിന് മറുപടിയായി ഞങ്ങളെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉദ്ദേശങ്ങൾക്കല്ല ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനും അല്ല കർത്താവേ. സ്നേഹിച്ച സ്നേഹത്തിന് വേറുമായി സ്നേഹിപ്പാൻ തക്കവണ്ണം ആ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളതായി
മക്കളായി തീരുവാൻ തന്നൂരെ ഞങ്ങൾ രക്ഷയുടെ നീര് ബന്ധപ്പെടുവാൻ തക്കവണ്ണം കർത്താവിനെ അവിടുന്ന് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം നന്ദിയോട് എത്ര ആപത്തങ്ങൾ ഞങ്ങളുടെ കടന്നുപോയി അതിനെയൊക്കെ അടിയങ്ങൾ നോക്കുകയും ഞങ്ങൾ ആ കർത്തമായി ഞങ്ങളുടെ കണ്ടുകൊണ്ട് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തു എങ്കിലും കർത്താവിന് ബലപ്പെട്ട കരങ്ങളാൽ ഞങ്ങളെ പൂർത്തി മാറ്റിച്ച ആപത്തനർത്ഥങ്ങൾ വിനാശകരമായി തീരാതെ അവിടുത്തെ വിശ്വസ്തതയെ കുറിച്ച് നന്ദിയോട് സ്തുതിക്കുന്നു അലീമാകുന്ന ആഴമുള്ള മധ്യത്തിൽ ഞങ്ങളുടെ പണങ്ങൾ ആടിയുറഞ്ഞു പോയപ്പോഴും അതിന് അമരക്കാരനായി തീരുന്നുണ്ട് കർത്താവേ. ഞങ്ങളെ താടി വീണ് മുന്നിപ്പോക്കുവാൻ അവിടെ ഇടയാക്കാതെ സ്വർഗീയ കരങ്ങളിലടിയുടെ മറുകീയ തെറ്റിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളുടെ പടങ്ങളിൽ ഇരിക്കണമേ. ഞങ്ങളെ കൊണ്ട് ഒരിക്കലും കാട്ടണമേ. നീ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ലായ കർത്താവേ. നിന്നെ അറിഞ്ഞിരുന്ന ആയിരിക്കും ഒരിക്കലും കർത്താവേ. അതുമാത്രം വർഷത്തിലേക്ക് അടികൾ നടന്നിരിക്കുന്നല്ലോ കർത്താവേ. ആ ഒരു പുതിയ കാലത്ത് ഏറ്റവും ശുഭകരമായി തീരുവാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ ജനികമായ അവസ്ഥയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കപ്പെടുവാൻ ഇടയാകാതെ യാതൊരു അടിമത്തത്തിന്റെ ചടങ്ങുകളാലും ഞങ്ങൾ ബന്ധിക്കപ്പെടുവാൻ ഇടയാകാതെ ക്രിസ്തുവിൽ സ്വന്തമായി നിത്യപ്രകാശത്തിൽ എത്തപ്പെടുവാൻ തക്കവണ്ണം ആ ശോഭ ഞങ്ങൾക്ക് മാത്രമല്ല കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റുമുള്ള അന്ധകാര പൈശാചിക ശക്തികളോട് പൂർണ്ണമായി പകർത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളിൽ ദേശവും ശോഭിപ്പാൻ തക്കവണ്ണം നിന്റെ പേര് മാത്രം ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ മുഖത്തിലേക്ക് ഉയർത്തുവാൻ ഇടയാക്കണമേ. പുത്തൻ പ്രതീക്ഷയോടെ തീരുമാനങ്ങളോടെ കർത്താവിന്റെ സന്നിധി ഇനിമായ അനുഭവത്തിൽ ആയി തീരുവാൻ തക്കവണ്ണം ഈ സദാ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബമായി ആലയ ഭേദ്യമായ ബന്ധം വരും ദിനങ്ങളിൽ ഞങ്ങൾ തുറക്കുവാൻ തക്കവണ്ണം സ്വർണ്ണമിടയാക്കണമേ. ആപത്തനർത്ഥങ്ങളെന്ന് പിടിക്കണമേ. ഞങ്ങളുടെ തലമുറകളും എല്ലാം ആയിരിക്കുന്ന സ്ഥാനത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ഒരു സമൂഹത്തെ വാർത്തകളിക്കപ്പെടുവാൻ അടികളോട് നന്മ കാണിക്കണമേ. സകല നന്മകൾ ആരും നടക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന നന്മകളെ ഓർക്കുന്നതിനോട് സ്നേഹിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റുവാൻ പുത്തൻകുലിയെ വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിപ്പാൻ യോഗ്യമായ രീതിയിൽ ഞങ്ങളുടെ ആത്മീയ നിലവാരങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥനകർത്തായ എല്ലാ നന്മകൾക്കായി സ്തോത്രം. സർവ്വയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. രാത്രി കർത്താവ് പ്രാർത്ഥനകളെ കേട്ടതിനായിട്ട് നമുക്ക് വേണ്ടി ദൈവത്തിന് വലിയ കരുതൽ വെളിപ്പെടുത്തുന്നതിനായിട്ട് നന്ദിയോടെ കർത്താവിന്റെ സ്തോത്രം കരയേറ്റാം. കർത്താവിനെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മെല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു സംഗീത ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. സാധാരണ നമുക്കറിയാം 136ാമത്തെ സങ്കീർത്തനമാണ് നമ്മുടെ വർഷാവസ പ്രാർത്ഥനകളിൽ മിക്ക ചർച്ചകളിലും വായിക്കാറുള്ളത്. ഈ രാത്രി ആ സങ്കീർത്തനമല്ല എനിക്ക് നിയോഗമുള്ളത്. 91ാമത്തെ സങ്കീർത്തനം വായിക്കാനാണ്. ഇത് രാത്രി 91ാമത്തെ സങ്കീർത്തനം, സാംസ് ചാപ്റ്റർ 91. 91ാമത്തെ സങ്കീർത്തനം വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് എല്ലാവർക്കും നിർത്തി ഒരേ ചുവടിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ആമേൻ ആ സങ്കീർത്തന ഭാഗം വായിക്കാം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവനെന്റെ സങ്കീർണവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവനെന്നെ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ എന്നെ മറയ്ക്കും. അവന്റെ ചിറകിന്റെ കീഴിൽ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പറയുകയും ആകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്നെ കണ്ടുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിന്നെ ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിൽ നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ കടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിനെയും ചവിട്ടും, ബാലസിംഹത്തെയും വ്യാപാരിനെയും വിധിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. അവൻ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ നിലവിള. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിളിച്ച് മഹത്വപ്പെടുത്തും.
ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവനെ കാണിച്ചു കൊടുക്കും. ഇതുപോൽക്കാലം ഈ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായിട്ട് നന്ദിയോടെ കർത്താവിനെ കരങ്ങളിൽ ഉയർത്തി സ്തോത്രം കരയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിലിരിക്കും. ഞാൻ ഈ സംഗീതത്തിന് വളരെ വിശദമായ ഒരു മെസ്സേജ് എന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒറ്റ വാക്യം മാത്രം. ഹല്ലേലൂയ. അതിന്റെ 14-15 വാക്യങ്ങൾ. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കുന്നു. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. പറ്റിയിരിക്കുന്നവർ പ്രതിസന്ധി ഇല്ലെന്നല്ല, പറ്റിയിരിക്കുന്നവർ ദോഷം ഉണ്ടാകത്തില്ലെന്നല്ല. ദാനിയേൽ ദൈവത്തിന്റെ വ്യവസ്ഥയെ ആഴത്തിൽ ബോധ്യമാക്കി ദൈവത്തിന് മുമ്പാകെ തന്നെ തന്റെ ജീവിതത്തെ സമർപ്പിച്ച ഒരു യൗവനക്കാരനായിരുന്നു. ഒട്ടും അനുകൂലമായ ഒരു സാഹചര്യത്തിലുള്ള പ്രവാസത്തിലാണ് അവൻ പിടിക്കപ്പെട്ടു വന്നിരിക്കുന്നത്. അവിടെയും തന്റെ ഉള്ളിൽ ഒരു വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു, എന്തു വന്നാലും ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കപ്പുറമായ ഒരു കാര്യത്തിനും ഞാൻ വഴങ്ങാൻ തയ്യാറാകത്തില്ല. ഞാൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ എത്ര പ്രതികൂലമായാലും എന്റെ ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായി ഞാൻ ആരുടെയും മുമ്പിൽ മുട്ടുമടക്കാൻ തയ്യാറാകത്തില്ല. ആമേൻ. അങ്ങനെ ഒരു നിലപാടെടുത്ത് ദാനിയേലിനെ സംബന്ധിച്ച് ആമേൻ നേരിടേണ്ടി വന്നത് ആമേൻ ദിവസങ്ങൾ പട്ടിണിയിട്ട സിംഹങ്ങളെ അടച്ചിട്ടിരിക്കുന്ന ഗുഹത്യായത്തേക്ക് അവനെ വലിച്ചെറിയുവാനുള്ള തീരുമാനമുണ്ടായത്. ആമേൻ. മാനുഷികമായിട്ട് ഒരു നിമിഷം സ്തബ്ധമായി പോകുന്ന അനുഭവം. ആമേൻ. ഒരു ചെറുപ്പക്കാരനാണ്. വേണേ മനസ്സിൽ ചിന്തിക്കാം, എന്റെ യൗവനകാലം എന്തിനാണ് ഞാൻ വെറുതെ കളയുന്നത്? ഒരു വാക്ക്, ഒരു നിമിഷം ഈ കാര്യം ആമേൻ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പിന്നീട് ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ പോരെ. ഇതൊക്കെ മാനസികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാ. എന്നാൽ അതൊന്നും അവനെ ബാധിച്ചില്ല. അവൻ രാജാവിനോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, സിംഹത്തിന്റെ കുഴിയിൽ എറിയപ്പെടേണ്ടി വന്നാലും എന്റെ ദൈവത്തെ അല്ലാതെ ഞാൻ മറ്റൊന്നിനെയും ആരാധിക്കാനോ നമസ്കരിക്കാനോ തയ്യാറാകത്തില്ല. ആമേ. അങ്ങനെ വിശന്ന വലഞ്ഞ സിംഹങ്ങൾ വസിക്കുന്ന ഗുഹയിലേക്ക് ദാനിയേലിനെ എടുത്തെറിയുകയാണ്. എന്നാൽ അന്ന് രാത്രി നമുക്കവിടെ കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായെ സ്വർഗം ബന്ധിച്ചു. വിശന്ന് പൊരുതി കിടക്കുന്ന സിംഹങ്ങൾക്ക് അവനെ തൊടാൻ കഴിയാതെ സ്വർഗം അവരുടെ കാലുകളെയും കൈകളെയും അവയുടെ അവൻ വാകളെയും എല്ലാം പൂട്ടിക്കെട്ടി. അന്ന് രാത്രി ആ സിംഹക്കൂടിനകത്ത് സിംഹങ്ങളുടെ പുറത്ത് ദാനിയേൽ സുഖമായി കിടന്നുറങ്ങി. അന്ന് രാത്രി അവനെ ആ സിംഹക്കൂട്ട് നീടാൻ കൽപ്പന കൊടുത്ത രാജാവിന് സ്വർഗത്തിലെ രാത്രി ഉറക്കം കൊടുത്തില്ല. അവൻ പ്രവേശം പിടിച്ച് വെള്ളവും കുടിച്ച് അവന്റെ മുറിക്കുന്നതോടെ തെക്ക് വടക്ക് നടക്കുകയാ. അവനൊരു സ്വസ്ഥതയില്ല. കൊച്ചുവെളുപ്പാകാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൻ വെപ്രാളപ്പെട്ട് ദാനിയേലിന്റെ സിംഹത്തിന്റെ ഗുഹയുടെ മുമ്പിലേക്ക് ചോദിക്കുക, അവയെ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ സുഖമായിരിക്കുന്നത് ചോദിക്കുമ്പോൾ, രാജാവേ അങ്ങ് ദീർഘായുസ്സായി ജീവിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് ദോഷവും വരുത്തുവാൻ എന്റെ ദൈവം അനുവദിക്കാതെ വേണം അവയെ സ്വർഗം ബന്ധിച്ചു, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ ഇവിടെ ജീവനോടുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ ദാനിയേലിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. സിംഹക്കൂടിന്റെ അനുഭവങ്ങൾക്കകത്ത് ചെന്നു വീഴുന്ന അനുഭവം നീ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമായിരിക്കുമ്പോൾ ഉണ്ടാകാം. അവയെ തീച്ചുളക്കകത്തേക്ക് ചന്ദ്രനെയും മേശക്കിനെയും അവയെ എടുത്തെറിയുന്നത് പോലുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഒരുപക്ഷെ യേശുവിനെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകാം. എന്നൊരു അവയെ പ്രത്യേകത എന്തെന്നറിയാമോ? അവനെ തീക്കകത്തേക്ക് ഇടാൻ കൊണ്ടുപോയവരെ ആ തീച്ചുവാല വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ അവരുടെ 3 പേരുടെയും രോമത്തിന് തീയുടെ ഗന്ധം പോലും തട്ടാതെ സ്വർഗം തീച്ചുളക്കകത്തിറങ്ങി അവരെ സംരക്ഷണം ചെയ്തു. ഇന്ന് രാത്രി പറ്റിയിരിക്കുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. അകപ്പെട്ടു പോയെന്ന് ലോകം പറയും, എല്ലാം തീർന്നു പോയെന്ന് ലോകം പറയും, പക്ഷേ നിന്നെ അവയെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അടുത്ത വാക്യമാണ് എനിക്കിഷ്ടപ്പെട്ടത്. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം പറയും. അതിന്റെ അടുത്ത വാചകം, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടി. ഹല്ലേലൂയ. നമുക്ക് ആരെയും കിട്ടാത്ത ഒരു കാലമാണ് ഏതാ? കഷ്ടകാലം. ഹല്ലേലൂയ. 10 പുത്തനെറിയാൻ കാശുള്ളപ്പോ, 2 കുപ്പി വാങ്ങിച്ച് ഷെയർ ചെയ്യാൻ കാശുള്ളപ്പോ, വീടിനകത്തെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുമ്പോ കൂട്ടുകാരെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആരും ഒരു കൂട്ടുകാരനെ തേടി പോകേണ്ട, കൂട്ടുകാരൊക്കെ നിന്നെ തേടി വരും. പലരും പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ വരും. എന്നാൽ ജീവിതത്തിനകത്ത് ഒരു കഷ്ടകാലം ഉണ്ടാകുന്ന സമയമുണ്ടാകുന്നു.
പെട്ടുപോയി എന്ന് വിചാരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുമ്പോ, ഇനി ചേർന്ന് നിന്ന് അവന്റെ പോക്കറ്റ് ചോരും എന്നൊരു ഘട്ടമുണ്ടാകുമ്പോ, അന്ന് കൂടെ പഞ്ചാര വർത്താനം പറഞ്ഞവനും സ്നേഹം നടിച്ചവനും തോളെ കൈയിട്ടവനും കൂടെ പാത്രത്തിനകത്തുനിന്ന് വാരിച്ചെന്ന് ഒരുത്തനും ആ സമയത്ത് കാണത്തില്ല. എന്നാൽ തമ്പുരാൻ പറഞ്ഞൊരു കാര്യമാണ്, അവനെന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവരുടെ ഉത്തരമല്ല, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടി. ആരും നിന്നെ പരിഗണിക്കാനില്ലാത്ത സമയം വരുമ്പോൾ, ആരും നിന്നെ തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു ജീവിതത്തിന്റെ കഷ്ടത നിനക്ക് വരും. ആ സമയത്ത് ഒരു ഉറപ്പ് സ്വന്തം നൽകുന്നു, കഷ്ടകാലത്ത് നിന്നോട് കൂടിയിരിക്കുന്ന ദൈവം. ഒരുപക്ഷെ നിന്റെ പാസ്റ്ററിലൂടെ കാണുന്നു എന്ന് പറഞ്ഞില്ല, കൂടി ആരാധിക്കുന്ന വിശ്വാസികളിൽ പലരും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് വരത്തില്ല. നിന്റെ രക്തബന്ധങ്ങളോ നിനക്ക് ജന്മം നൽകിയ അപ്പനോ നിന്നെ ഉദരത്തിൽ ചുമന്ന കണക്കൊന്നും പറയുന്ന അമ്മയോ ഒന്നും ആ സമയത്ത് കണ്ടുവെന്ന് വരത്തില്ല. രക്തബന്ധങ്ങളോ ചർച്ച ബന്ധങ്ങളോ അമ്മേ നിനക്കുള്ളപ്പോ, അയ്യോ അമ്മേ നിനക്ക് 10 കാശുള്ളപ്പോ, സമൂഹത്തിന് ഐഡന്റിറ്റി ഉള്ളപ്പോ, അമ്മേ നിനക്ക് ഇല്ലാത്ത ബന്ധങ്ങളെല്ലാം ഉണ്ടാകും. എന്നവര് പറയും, എന്റെ മാവിയുടെ പെങ്ങളുടെ ചേട്ടന്റെ അമ്മേ മോളുടെ ഭർത്താവിന്റെ ചേട്ടന്റെ അനിയന്റെ ഒക്കെയാന്ന് പറയും. എന്നാൽ നിന്റെ ഐഡന്റിറ്റി നഷ്ടമാകുന്ന സമയം പറയുമ്പോ അവൻ വേണ്ടി അങ്ങനെ ഒന്നും. ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറഞ്ഞൊരു ഉറപ്പന്നെ അറിയണം, നിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന സമയം ഉണ്ടായാൽ കഷ്ടകാലത്ത് നിന്നോട് കൂടിയിരിക്കുന്ന ഒരു നല്ല സ്നേഹിതൻ, ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന സമയത്തും നിന്നോട് കൂടെ നടക്കുന്ന ഒരു സംഭവ സഹചാരിയായ നല്ല നാഥൻ നടക്കുന്നു. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. പിന്നെ ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. 60 കൊണ്ട് നീ തീരുവന്നു, 68 കൊണ്ട് നീ തീരുവന്നു, 70 കൊണ്ട് നീ തീരുവന്നു. ആമേൻ. ഒക്കെ ലോകത്തിന്റെ സാഹചര്യങ്ങൾ വില പറയുമ്പോൾ സ്വർഗം എന്ന് കേൾക്കാൻ നിനക്ക് ഉറപ്പ് നൽകുന്നു. ദീർഘായുസ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. ഇവിടുന്ന് രാത്രി ആമേൻ അത്യുന്നതന്റെ മറവിൽ വസിച്ച സർവശക്തന്റെ നിലയിൽ പാർത്ത നിന്നെ സുരക്ഷിതമായി കാക്കുന്ന ഒരു ദൈവത്തിന്റെ പരിപാലനത്തിന്റെ കരമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം ആ ദൈവം ഒരിക്കലും കൈവിടാത്ത നല്ല സ്നേഹിതനാണ്. 2023 നിന്നെ അങ്ങനെ നടത്തി, നീ അനുഭവിച്ചു. ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ വേദന എന്താകുമോ, പ്രതിസന്ധിയുടെ ഘട്ടത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ കൂടെ നിൽക്കുമെന്ന് കരുതിയവർ പലരും അകന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്നോട് ചേർന്ന് നിൽക്കാൻ മറ്റു ചിലരെ ദൈവം ഒരുക്കി. ദൈവ സ്നേഹമുള്ളവരെ ദൈവം ഒരുക്കി തന്നു. ആമേൻ. നിനക്ക് വാക്കുകൊണ്ട് നിന്നെ താങ്ങാൻ ചില പ്രത്യേക ഘട്ടങ്ങൾക്ക് നമുക്ക് വരുമ്പോ ആരും 1 രൂപ നമുക്ക് തരേണ്ട പ്രിയരെ, ഒറ്റ വാക്ക്, സാരമില്ല മോനെ, ഇതൊക്കെ താൽക്കാലികമാ, ദൈവം നിനക്ക് വിടുതൽ തരും, നിനക്കൊരു ഉദ്ധാരണം ഉണ്ടാകും, നിന്നെ ദൈവം സഹായിക്കും, നിന്നെ ദൈവം ഉയർത്തും. ഈ ഒരു വാക്ക് 1 കോടി രൂപയൊക്കെ വിലയുള്ള സന്ദർഭങ്ങൾ മനുഷ്യരിൽ. ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ ഈരടി ഇന്ന് മാത്യൂസ് സാക്ഷ്യം പറഞ്ഞപ്പോൾ സത്യത്തിൽ ഓർത്തുപോയി. ജീവിതത്തിനകത്ത് നിരാശയുടെ ആളെ കയ്യിൽ പോയ ചെറുപ്പക്കാരൻ, വിദ്യാഭ്യാസ മേഖല ഇവിടെ ദേവദാസന്റെ മകനാണ്. വിദ്യാഭ്യാസ മേഖല പൂർത്തീകരിക്കാൻ കഴിയാതെ, പഠിക്കാനിട്ടല്ല, പക്ഷെ അവൻ അനുവദിക്കുന്നില്ല അത് പൂർത്തീകരിക്കാൻ. കാരണം പറഞ്ഞൊരു വാചകം നമ്മൾ ശ്രദ്ധിച്ചോ, ഒരു രാത്രി അവന്റെ ഹോസ്റ്റൽ അവന്റെ താമസിക്കുന്ന വീടിന്റെ മുകളിൽ നിന്ന് രാത്രി വീണ് തീർന്നു പോകാൻ അവന്റെ ഉള്ള തീരുമാനമെടുക്കുന്ന സമയം. ആ സമയത്ത് യൂട്യൂബിനകത്ത് ചുമ്മാ ഓൺ ചെയ്തപ്പോ അവൻ ആ പാട്ട് കേൾക്കാൻ ദൈവം അവസരം കൊടുക്കുന്നു. ആ പാട്ട് അവന്റെ ജീവിതത്തെ പിടിച്ചു നിർത്തി. 1 സെക്കൻഡ് കൊണ്ട് അവന്റെ തീരുമാനത്തിന് സ്വന്തം മാറ്റി. ഇന്ന് രാത്രി എത്ര തവണ നീയും തീരുമാനിച്ചതാണ് അവസാനിച്ചേക്കാണ്. ആരോ നിന്നെ വിളിച്ചൊരു ഫോൺ കോൾ, പെട്ടെന്ന് നീ കേട്ട ഏതോ ഒരു ശബ്ദം, ഓർമ്മ വന്നൊരു വാക്യം, ആരോ പാടിയൊരു പാട്ടിന്റെ ഈരടി. നമുക്കറിയാം, ആത്മഹത്യ ചെയ്യുന്നവരാരും കാലേ കൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ജീവിതത്തിന്റെ പ്രത്യേക ഘട്ടങ്ങളിൽ പിശാച് വലിച്ചിടച്ച് സെക്കൻഡുകൾ കൊണ്ട് തീർത്തുകളയും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, 7 വയസ്സ് പ്രായമുള്ള 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് കൂടുതൽ സമയം മൊബൈൽ കണ്ടു എന്ന പേരിൽ അമ്മ വഴക്ക് പറഞ്ഞതിന് അവന്റെ കുളിമുറിയിൽ കയറി തോർത്തിൽ കെട്ടി ഞാൻ ചത്തുവന്നു. 7 വയസ്സുള്ള ഒരു കുഞ്ഞ്.
നിമിഷങ്ങൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് മനുഷ്യന്റെ ചിന്താഗതികളെ മുഴുവൻ പിശാച് അങ്ങനെ വലയത്തിൽ വീഴ്ത്തി നശിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒത്തിരി പേരുടെ ചരിത്രം നമുക്കറിയാം. എന്നാൽ അങ്ങനെയൊക്കെയുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നീയും തീരുമാനിച്ചതല്ലേ എന്തിനാ ഇങ്ങനെ പോകുന്നു? എന്നാൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് അതിന്റെ നടുവിൽ നിന്ന് സ്വർഗത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് പുറത്തുകൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, നിന്നെ കൊണ്ട് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. നിന്നെ ആക്കിയിരിക്കുന്നിടത്ത് നിർത്തി നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് കാണിക്കാൻ നിന്നെ ഒരു അടയാളമാക്കി സ്വർഗം മാറ്റാൻ പദ്ധതിയുണ്ട്. ഇതിനകത്ത് കഷ്ടകാലത്ത് കൂടിയിരിക്കുന്നവൻ ദീർഘായുസ്സോടെ നിർത്തി വരുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ആ കർത്താവിന്റെ കൃപയിൽ ശക്തീകരിക്കപ്പെട്ട് ബലപ്പെട്ട് ധൈര്യമായിട്ട് മുൻപോട്ട് പോകാം. ഈ 2023 ഇതുവരെ ക്ലേശങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും വേദനകളും ഒക്കെ അടിക്കടി ജീവിതത്തിനകത്ത് നേരിട്ടിട്ടും നീ താണുപോകാൻ ഇടയാകാതെ നോക്കി. എവിടെ നിന്ന് താണുപോയോ? എവിടെയും കുറഞ്ഞു പോയോ? പ്രതിസന്ധി എത്ര വേലിയേറ്റ പോലെ കയറി വന്നത, എന്തെല്ലാം വെല്ലുവിളികൾ ജീവിതത്തിനകത്ത് നിന്നെ ഉടയ്ക്കാൻ കയറി വന്നത. എന്നാൽ 2022 നീ ജീവിച്ചതിനേക്കാൾ ഭയങ്കരമായത് 2022 വരെ കഴിക്കാതിരുന്ന എന്തെല്ലാം ആഹാരം 2023 നീ കഴിച്ചു. 2022 വരെ നീ ധരിക്കാതിരുന്ന എന്തെല്ലാം നിലയിലുള്ള വസ്ത്രം ഈ 2023 ധരിക്കാൻ ദൈവം നിനക്ക് അവസരം നൽകി. 2022 വരെ നിന്റെ തലമുറ പ്രാപിച്ചതിനേക്കാൾ എത്ര ശ്രേഷ്ഠമായ വിജയങ്ങൾ 2023 ദൈവം തലമുറയ്ക്ക് വേണ്ടി ചെയ്തു തന്നു. ഈ രാത്രി ഒന്നുറപ്പ, ദൈവത്തെ വിളിക്കുന്നവർ താഴത്തെ പോകുന്നത്, ദൈവത്തെ വിളിക്കുന്നവർ ഉയരത്തിലേക്ക് കയറും. അതായത് 2023 ഉയർന്ന തിരമാലകൾ ഭയങ്കരമായിരുന്നു. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോ ആ വലിയ തിരമാലകൾക്ക് നടുവിൽ കൂടിയാണ് ഏറ്റവും മേത്തരമായ ഉന്നതികളെ ദൈവം തന്നത്, ഏറ്റവും മേത്തരമായ ശ്രേഷ്ഠതകളെ ദൈവം നൽകിയത്, ഏറ്റവും മേത്തരമായ ഉറപ്പുകളെ ദൈവം നൽകിയത്. ഈ ദൈവം വിശ്വസന. 2024 ലോകത്തിന് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ഒന്നുറപ്പ, 2023 ക്ലേശകരമായിരിക്കും കാര്യങ്ങൾ. സമാധാനം കുറെ കൂടെ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. എന്നാലും അതിന്റെ നടുവിലും നിന്നെ ജയോത്സവമായി നടത്തുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാണ്. ഇത് രാത്രി ആ കർത്താവിനെ കൊണ്ട് ശ്രമപ്പെടാം. ദൈവം നമ്മെ സഹായിക്കുക. തുടർന്ന് ദൈവം ഈ ഒരു വർഷം നമ്മെ നടത്തിയ നന്മകൾക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയുവാൻ, സ്തോത്രം പറയുവാൻ അവസരമാണ്. എല്ലാവരും പാട്ട് പാടി ദയവായിട്ട് നിങ്ങളുടെ സാക്ഷ്യം പറയാനൊരു സമയം മനക്കെടുത്തത്. അങ്ങനെ പോയാൽ നമുക്ക് ഇന്ന് 2 മണിയായിരുന്നു നമ്മുടെ മീറ്റിംഗ് തീരത്തില്ല. അതുകൊണ്ട് തക്ക സമയത്ത് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതിനിടയിൽ 1 വർഷത്തിലേക്ക് ആരാധനയോടെ നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സമയം വളരെ പക്വമായിട്ട് ഉപയോഗിക്കപ്പെടണം. പറയാനാണെന്ന് എനിക്കറിയാം. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറും ഒക്കെ പറയാൻ സാക്ഷ്യങ്ങളുള്ളവരുണ്ട്. ദയവായിട്ട് വളരെ ചുരുങ്ങിയ ക്യാപ്സ്യൂൾ വരുന്നതിനകത്ത് നിങ്ങൾ സാക്ഷ്യവാചകങ്ങൾ വേഗത്തിൽ പറഞ്ഞ് എല്ലാവർക്കും സാക്ഷ്യം പറയാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊടിയേണ്ട. അതിന്റെ കുഞ്ഞുങ്ങൾ തുടങ്ങും. അതിനുശേഷം ഇങ്ങനെ ഓരോ ലൈനായിട്ട് എല്ലാവരും മാറി മാറി ഇതിന്റെ കർത്താവിൽ ഓരോ വാക്ക് നന്ദി പറയാം. അങ്ങനെ ഓരോ ലൈനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ സമയം യോഗ്യമായിട്ട് വിനിയോഗിക്കാൻ ദൈവം നീ സഹായിക്കുമാറാകട്ടെ. ഇവിടെ കുഞ്ഞുങ്ങൾ ആദ്യം സാക്ഷ്യവാചകങ്ങൾ പറയും. അതിനായിട്ട് അവര് അതിനുവേണ്ടി ഒരുങ്ങും. ദോഷക്കാരന് കത്താനെ കത്തുവച്ചു വരാവുന്ന അവസരത്തിൽ വരാവുന്ന അവസരത്തിൽ